ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ജയസൂര്യ നായകനായിട്ട് എത്തുന്ന ആട് 3 ഇതാ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. അതൊക്കെയാണ് കാത്തിരിപ്പിന് വിരാമം. ഏകദേശം നമ്മൾ പറയാം, ആട് 1ഉം ആട് 2ഉം വന്നതിന് ശേഷം ആട് 3യുടെ അനൗൺസ്മെന്റ് മുതൽ മലയാള സിനിമാ പ്രേമികൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഷാജി പാപ്പന്റെ മൂന്നാം വരവിനായിട്ടും ആ ഒരു മണ്ടത്തരങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തുമ്പോൾ ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന, അതായത് ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം അത്ര മികച്ചൊരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ പഴയ ആട് 1ഉം 2ഉം പോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഫൺ പാക്കേജ് സംഭവമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് നേരിയ തോതി മങ്ങിയായിരുന്നു. കാരണം രണ്ട് കാലഘട്ടത്തിലായിട്ട് ചിത്രം കഥ പറയുന്നുണ്ട്. ടൈം ട്രാവലർ എന്ന് പറയുന്നുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഷാജി പാപ്പൻ, അറക്കാബു ഡ്യൂഡ്, നമ്മുടെ ശശിഹാസൻ തുടങ്ങിയവരുടെ എല്ലാം തന്നെ മണ്ടത്തരങ്ങൾ ആ ഒരു പുതിയ കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നപ്പോൾ മാറ്റങ്ങൾ വന്നോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിലും ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഇന്നലെ വന്ന് പ്രമോദിക്കാതൊന്നും നമ്മുടെ അറക്കലബു എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷകൾ ഒരുപാടായിട്ടാണ് എത്തുന്ന ചിത്രം. മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് മുൻകാല ചിത്രങ്ങളെല്ലാം തന്നെ അറിയാം. ആട് 1ഉം 2ഉം അദ്ദേഹം തന്നെയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കഥയും അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഇത്തവണ ഒരു പ്രത്യേകത വന്നേക്കുന്ന പ്രൊഡക്ഷനിലാണ്. വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസ് ആയിരുന്നു ആദ്യത്തെ 2 ഭാഗങ്ങളും നിർമ്മിച്ചത്. ഇത്തവണ നമ്മുടെ വേണുകുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസൂടെ ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് ഭാഗമായിട്ടുണ്ട്. കാരണം ചിത്രം അത്രയ്ക്കും വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. അതോടൊപ്പം തന്നെ പറയേണ്ടത്, ഷാൻ റഹ്മാനാണ് ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ആദ്യ ഭാഗങ്ങളെല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് മാറിയ ഘടകങ്ങൾ. ആ ഒരു സംഭവം ഇതിനകത്തോട്ടും വരുമ്പോൾ എത്രത്തോളം, അതായത് പഴയ കാലഘട്ടമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എത്രത്തോളം മാറ്റങ്ങൾ വരും എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് ടോട്ടലി ഒരു മികച്ച സിനിമയായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ നിലവിൽ ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ട്. ചിത്രത്തിന്റെ ആദ്യക്ഷയൊക്കെ കഴിയും നല്ലൊരു റെസ്പോൺസ് നേടാം. ചിത്രത്തിന്റെ പ്രിവ്യൂകളിൽ നിന്നും അവിടെ തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വാക്കുകൾ എന്നൊക്കെ ആയിട്ട് ചിത്രം മികച്ച ഒരു കോമഡി എന്റർടൈനർ എന്ന് ഉറപ്പിക്കുക. എന്തൊക്കെയാണ് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം യുദ്ധം പോലത്തെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. GCCയുടെ റിലീസിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെങ്കിലും അവിടുത്തെ വലിയൊരു കളക്ഷന്റെ കുറവുണ്ടെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ തിയേറ്ററുകളെ വീണ്ടും ഉണർത്താൻ വേണ്ടി ആട് 3 വിജയ് ബാബു കറക്റ്റ് ദിവസം മാർച്ച് 19 തന്നെ തിയേറ്ററിലോട്ട് എത്തിക്കുന്നു പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം നിലവിലത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തിയേറ്ററുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഗുണമായിരിക്കും ഈ സിനിമ. എന്തൊക്കെയാണ് അഡ്വാൻസ് ബുക്കിംഗ് വലിയ ഒരു ചലനം ഒരു മമ്മൂട്ടി ലാലേട്ടൻ ചിത്രത്തിന് സൃഷ്ടിക്കുന്ന പോലെ ഒരു ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിലും മികച്ച റെസ്പോൺസ് നേടിയ നിലവിൽ ഇപ്പോൾ ഒരു സിനിമകൾക്കും വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ആട് 3 ഗുണകരമായിട്ട് മാറും. അതോടൊപ്പം തന്നെ ദുരന്തർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്തുന്ന ഈ സെയിം ദിവസമാണ്. ദുരന്തർ ആദ്യ ഭാഗം വൻ വിജയമായിരുന്നു. ദുരന്തറും 2ാം ഭാഗമാണ് എത്തുന്നത്. എന്തൊക്കെയാണ് കേരളത്തിൽ നല്ലൊരു തിയേറ്റർ ആ ഒരു സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇത്തവണ ദുരന്തർ എത്തുന്നതും ആട് 3ക്ക് തിരിച്ചടിയായിട്ട് മാറുമെന്നൊക്കെ കണ്ടു തന്നെ അറിയാം. കാത്തിരിക്കാൻ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒക്കെ അറിയാൻ വേണ്ടി. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ വിശേഷങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.